ഞാൻ വിചാരിച്ച കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞ് ഞാൻ മരിക്കാമെന്ന തീരുമാനമെടുത്തു. എന്നാൽ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3, 5 വയസ്സും പ്രായമുണ്ട്. ഒന്നും തന്നെ തരാതെ വെച്ച അത്താഴം പോലും ഞങ്ങൾക്ക് തരാതെ ആ രാത്രിയിൽ ഭവനത്തിൽ ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞു, നമ്മൾ ഒരു മനുഷ്യൻ്റെ പിന്നാലെയല്ലേ ഇറങ്ങിത്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ സ്വന്തം സ്ഥലം വയനാടാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ പേര് ശോഭന. ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ, നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ 3 മക്കൾ, അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ. അങ്ങനെ ചെറുപ്രായം മുതൽ എൻ്റെ പിതാവ് ഒരു രോഗിയായിരുന്നു. മലേറി, മഞ്ഞപ്പിത്തം, തലയൊക്കെയും ഭാരപ്പെട്ടു. എൻ്റെ പിതാവിന് ഒരു ജോലിക്കും കടന്നു പോകാൻ സാധിക്കാതെ എൻ്റെ മാതാവ് തന്നെയാണ് ഞങ്ങളെ 4 പേരെയും നോക്കിയത്. മാതാവിൻ്റെ ഒരു വരുമാനം മാത്രമായിരുന്നു. അന്ന് എൻ്റെ മൂത്ത സഹോദരനും ജോലിക്കൊന്നും പോകാറായിട്ടില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എന്നെ എല്ലാവരും പറഞ്ഞു, എൻ്റെ പിതാവ് കുളിക്കുകയില്ല, വസൂരി വന്ന് മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പൂർണ്ണ സുഖം ദൈവം കൊടുത്തു. എങ്കിലും ജോലിക്കൊന്നും പോകാൻ പറ്റാതെയായി. എൻ്റെ മാതാവിൻ്റെ ജോലിയിൽ ചെയ്ത് വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിലും അങ്ങനെ 7ാം ക്ലാസ് വരെ പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് എനിക്കന്ന് 12 വയസ്സുണ്ട്. ആ സമയത്ത് ഒരു യാചകൻ രാവിലെ ഭവനത്തിൽ കയറി വരുവാനിടയായി. ആ യാചകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് ഞങ്ങൾക്ക് കഞ്ഞി വെച്ചിട്ടാണ് മാതാവ് പോയത്. ഇങ്ങനെ പറഞ്ഞു, മക്കളെ നിങ്ങൾ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആ യാചകന് ഒരു പ്ലേറ്റ് നിറച്ച് കഞ്ഞി വിളമ്പി കൊണ്ട് കൊടുക്കുവാനിടയായി. യാചകൻ അത് കഴിച്ച്, മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ആഹാരമില്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ ഒരു മുറി വീട്ടിലാണ് താമസം. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത സഹോദരൻ വലുതായി ജോലിക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു മുറി വീട്ടിൽ നിന്നും ഞങ്ങൾ 3 മുറി വീട്ടിലേക്ക് താമസം മാറി. ആ സമയത്ത് എൻ്റെ സഹോദരൻ വിവാഹം കഴിക്കുവാനിടയായി. വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് സഹോദരൻ്റെ സ്വഭാവത്തിന് ചില മാറ്റങ്ങളായി. സ്വന്തം കാര്യം നോക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. വീട്ടിലൊന്നും തരാതെയായി. ആ സമയത്ത് അമ്മയും മോനും കൂടെ എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അമ്മ 78 എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിതാവ് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഭവനവും സ്ഥലവും എൻ്റെ മൂത്ത സഹോദരൻ അത് സ്വന്തമാക്കി. പിന്നെ ഇളയ സഹോദരനും അമ്മയും വേറെ വീട് പണിതാണ് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ വിവാഹം കഴിയുവാനിടയായി. അങ്ങനെ 4 വർഷം ഞങ്ങൾ കുടുംബജീവിതം. അതിൽ 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വേർപാട് എൻ്റെയും ജീവിതത്തിൽ വളരെ ഭാരമായിരുന്നു. ഞങ്ങൾ ജീവിതം മതിയാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ അയൽക്കാർ നല്ല ആൾക്കാരായിരുന്നു. അവർ കുഞ്ഞുങ്ങളെ നോക്കിയും ഞാൻ അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ആക്കിയും തൊട്ടി കെട്ടിയൊക്കെയും ജോലിക്ക് പോവുകയെല്ലാം ചെയ്തു. എന്നാൽ ഒരു വിശ്വാസ കുടുംബമുണ്ട്, അവർ സ്വന്തം പോലെ ആയിരുന്നു. അവരും കുഞ്ഞുങ്ങളെ നോക്കുകയും താമസിക്കുകയും അവരൊരു സ്വന്തക്കാരെ പോലെയാണ്. ഇന്നും അവർ നല്ല സ്നേഹത്തിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ജീവിതം മതി, എന്തിനു ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം, ആരും ഞങ്ങളെ സ്നേഹിക്കുവാനോ ഞങ്ങൾക്ക് വേണ്ടി കരുതുവാനോ ഒരു നേരത്തെ ആഹാരം ഞങ്ങൾക്ക് തരുവാനോ ആരുമില്ലാതെയായി. എൻ്റെ മൂത്ത സഹോദരനും കുടുംബവും ഞങ്ങളോടൊരു സ്നേഹമില്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ മാതാവും ചേട്ടനെ പേടിച്ചുകൊണ്ട് എൻ്റെ മാതാവും അങ്ങനെയായിരുന്നു. ആ സമയത്ത്
വളരെ ജീവിതം വളരെ പ്രയാസത്തിലും നിരാശയിലുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞ് ഞാനും മരിക്കാമെന്ന് തീരുമാനമെടുത്തു. എന്നാൽ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് എലിവിഷം കൊടുക്കാം, ഞാൻ തൂങ്ങി മരിക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കഴുത്തിൽ കയറ് കെട്ടിയ സമയത്ത് ഒരു മീൻകാരൻ വന്ന് എന്നോട് വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഇതും നടന്നില്ല. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസം കുഞ്ഞുങ്ങളുമായി ഒന്നിനെ എളിയിലും ഒന്നിനെ കയ്യിലും എടുത്തുകൊണ്ട് ജോലിക്ക് പോയി തുടങ്ങി. ആ സമയത്തെല്ലാം എൻ്റെ അയൽക്കാരാണ് എനിക്ക് വളരെ ആശ്വാസം. മാതാവാണേലും ഒരു ദിവസം നോക്കിയാൽ പിന്നെ 2 ദിവസം കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, ആ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഇളയ സഹോദരൻ കർത്താവിനെ അറിയുവാനിടയായി. അങ്ങനെ സഹോദരൻ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ ഒന്നും തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് ഏക ആശ്രയം എൻ്റെ ഇളയ സഹോദരൻ മാത്രമായിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ പെനിയൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം സഹോദരൻ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. കടന്നു വന്ന സമയത്ത് അന്ന് രാത്രി ഇങ്ങനെ എന്നോടും മാതാവിനോടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3, 5 വയസ്സും പ്രായമുണ്ട്. അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കത് കേൾക്കുവാനുള്ള വളരെ ആഗ്രഹമായിരുന്നു. പിന്നെ രാത്രി അന്ന് സമയം 12 മണി രാത്രിയായി. ആ സമയങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ചർച്ചിൽ പോകുവാനും ബൈബിൾ വായിക്കുവാനെല്ലാം ഇടയായി. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് 1-2 പ്രാവശ്യം വായിച്ചെങ്കിലും എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അതുപോലെ യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വചനമെല്ലാം ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഈ നാളുകളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ജീവപുസ്തകത്തിൽ എൻ്റെ പേരില്ല, സ്കൂളിൽ എൻ്റെ പേരുണ്ട്, റേഷൻ കാർഡിൽ എൻ്റെ പേരുണ്ട്. അങ്ങനെ ഞാൻ പിന്നെയും തുടർന്ന് ബൈബിൾ വായിക്കുകയും 2-3 മാസങ്ങളിങ്ങനെ ആരാധനയ്ക്ക് കടന്നു പോവുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ സഹോദരൻ വരുന്നത്. വന്നു കഴിഞ്ഞ് എന്നെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുവാനിടയായി. അപ്പോൾ എൻ്റെ സഹോദരൻ ചേട്ടനോടും ഇങ്ങനെ സുവിശേഷം പറഞ്ഞു. അന്നേരം ഇവിടെ ആരാടാ വന്നിരിക്കുന്നത്? ഇത് പെന്തിക്കോസുകാർക്ക് കയറി ഇറങ്ങുവാനുള്ള ഭവനമല്ല, ഇവിടെ നിന്ന് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുവാനിടയായി. എൻ്റെ സഹോദരൻ അന്ന് വന്നതേ ഉള്ളൂ, അന്ന് അത്താഴം പോലും കഴിച്ചിരുന്നില്ല. ആ സമയത്ത് എൻ്റെ സഹോദരൻ ഇങ്ങനെ ചേട്ടനോട് സുവിശേഷം പറഞ്ഞു, ചേട്ടാ എനിക്കൊന്നും തരണ്ട, എൻ്റെ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ ചേട്ടൻ ഒന്നും തന്നെ തരാതെ, വെച്ച അത്താഴം പോലും ഞങ്ങൾക്ക് തരാതെ ആ രാത്രിയിൽ ഭവനത്തിൽ ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. ഇളയ സഹോദരൻ നേരത്തെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ സഹോദരൻ പോകുന്ന കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 2 പേരും ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ സഹോദരൻ തിരിച്ചു വന്ന് എന്നെയും എൻ്റെ ഇളയ മോനെയും എടുത്തുകൊണ്ട് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ, നീ ഒരു ആണാണല്ലോ, നിനക്ക് എവിടെ പോയാലും താമസിക്കാൻ, ഞാൻ ഈ കുഞ്ഞുങ്ങളും ഞങ്ങളെവിടെ കിടക്കും, ഞങ്ങളെ ആര് സ്വീകരിക്കുമെന്നൊക്കെ ഞാൻ പറയുവാനിടയായി. ആ സമയത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞു, നമ്മൾ ഒരു മനുഷ്യൻ്റെ പിന്നാലെയല്ല ഇറങ്ങിത്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഞങ്ങൾ ആ ഭവനത്തിൽ ഇറങ്ങുവാനിടയായി. അപ്പോൾ എൻ്റെ സഹോദരൻ ഇങ്ങനെ ഇതിനകത്ത് കയറിയാൽ എൻ്റെ മുട്ടുകാല് വെട്ടി ഒടിക്കുമെന്നൊക്കെയും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ അയൽക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നറിയാതെ ഞങ്ങൾ റോഡിലിറങ്ങി അല്പസമയം നിൽക്കുവാനിടയായി. അങ്ങനെ ആ വിശ്വാസഭവനത്തിലേക്ക് ഞങ്ങൾ രാത്രി കടന്നുപോയി. അവർ ഞങ്ങളെ സ്വീകരിച്ച് അന്ന് രാത്രി ഭക്ഷണമൊന്നുമില്ല, ഞങ്ങൾ ആ രാത്രി അവിടെ കിടക്കുവാനിടയായി. ആ കിടന്നതോ അന്ന് ഒരു മോൻ വേറെ പോകുവാൻ വേണ്ടി വീട് പണിത് കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ തല്ലി ഒതുക്കി ആ തറയിൽ ഞങ്ങൾ ഒരു പായിൽ ഞാനും എൻ്റെ സഹോദരനും 2 കുഞ്ഞുങ്ങളും വന്ന് ഞങ്ങളവിടെ കിടക്കുവാനിടയായി. അങ്ങനെ ഒരാഴ്ചക്കാലം ഞങ്ങൾ ആ ഭവനത്തിൽ കിടന്നു. അപ്പോൾ ആ പിതാവ് ഇങ്ങനെ സഹോദരനോട് പറയുവാനിടയായി, നീ ബൈബിൾ കോളേജിൽ പോകുന്നത് വരെ മാത്രമേ എന്നെയും കുഞ്ഞുങ്ങളെ അവിടെ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ സഹോദരന് വളരെ ഭാരമായി. എന്ത് ചെയ്യണം, ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ സഹോദരൻ
എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ മാതാവിനോട് ഈ വിവരം പറയുവാനിടയായി. ആ മാതാവ് പറഞ്ഞു, മോനെ നീ അവളെയും കുഞ്ഞുങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുപോരാൻ പറഞ്ഞു. അതെൻ്റെ സഹോദരന് വളരെ ആശ്വാസമായിരുന്നു. ആ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു 2 സഭയിൽ ഞങ്ങളിങ്ങനെ ആരാധനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ദേവദാസൻ്റെ സഭയിലുള്ള ഒരു സഹോദരൻ ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ ഇവിടെ വന്നിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ കാര്യം പറയുവാനിടയായി. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയും മക്കളെയും കൂടെ ഒരുമിച്ച് നിർത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയുവാനിടയായി. അത് കേട്ട് പാസ്റ്റർ ഇങ്ങ് പോന്നു. ഞങ്ങൾ അറിയുന്നില്ല പാസ്റ്റർ ഇത് പറഞ്ഞതും ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പാസ്റ്റർക്ക് ലെറ്റർ വന്നു, ആ സഹോദരിയെ വേഗം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന 2 പേരും തന്നെ വിവാഹമായിട്ട് അവർ നാട്ടിൽ പോകുവാനിടയായി. അങ്ങനെ ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒരു വഴി തുറന്നു. മൂത്ത മകനെ ഇരിട്ടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ അവനെ ആക്കുവാനിടയായി. 1 വർഷം അവിടെ നിർത്തിയെങ്കിലും കുഞ്ഞിന് ഞാൻ കൊടുത്ത വസ്ത്രങ്ങളോ പെട്ടിയോ യാതൊന്നുമില്ലാതെ എൻ്റെ കുഞ്ഞാണെന്ന് പോലും അറിയാതെ എന്നെ ആകെ തലമുടി നീട്ടി വളർത്തി വല്ലാത്തൊരവസ്ഥയിൽ ഞാനും എൻ്റെ സഹോദരനും കൂടെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് പോലും പറയില്ല. ഒരു കശുമാവിൻ്റെ മണ്ടയിൽ അവൻ കയറിയിരിക്കുകയാണ്. ആ നിമിഷം തന്നെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കൊച്ചമ്മ താമസിക്കുന്ന ആ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ എൻ്റെ സഹോദരൻ എന്നെ എറണാകുളത്തുള്ള സ്ഥാപനത്തിൽ കൊണ്ടുയാക്കി. ഇളയ മോനെ അവിടെ തന്നെ നിർത്തി. അങ്ങനെ എൻ്റെ സഹോദരനും എന്നെ അവധിക്ക് വന്നതാണല്ലോ, അവനും കോളേജിൽ പോകേണ്ട സമയമായി. ആ സമയത്ത് ഇങ്ങനെ ഞാനിവിടെ എറണാകുളത്ത് വന്നെങ്കിലും ഞാൻ വളരെ ഭാരപ്പെട്ടു കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവം ഒരു വഴി തുറക്കണമേന്ന്. അങ്ങനെ ദൈവം അധികാരമുള്ള ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. 84 ഒരു ബോയ്സ് ഹോം തുടങ്ങുവാൻ അധികാരമുള്ള ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ 84 ഒരു ബോയ്സ് ഹോം 8 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങുവാൻ ഇടയായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരൻ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് ആ ആളുകളിലെല്ലാം എൻ്റെ സഹോദരനായിരുന്നു. എല്ലാമായിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എനിക്ക് എൻ്റെ സഹോദരന് വളരെ ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥാപനം തുടങ്ങുകയും അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ സഹോദരൻ അവിടെ വരികയും ചെയ്തു. അങ്ങനെ കുഞ്ഞുങ്ങളവിടെ പഠിക്കുവാനും വളരുവാനും എല്ലാം ഇടയാക്കി. 4 വെക്കേഷൻ സമയങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്കൊന്ന് അവധിക്ക് കൊണ്ടുപോകുവാനോ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് ഒരു സാഹചര്യമില്ലായിരുന്നു. ആ കൊച്ചമ്മ എന്നാൽ അവരുടെ മൂത്ത മോൻ ബീഹാറിലായതുകൊണ്ട് ആ കൊച്ചമ്മയെ അങ്ങോട്ട് പോകാനിടയായി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആരുമില്ലാതെയായി. അപ്പോൾ ഞാനും എൻ്റെ മാതാവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. എന്നെ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നന്മയുണ്ടാകാനും നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്. എന്നാൽ പിതാവില്ലാത്ത സ്ഥാനത്ത് എൻ്റെ മാതാവിനെ ഞാൻ ചെല്ലുവാനും കാണുവാനെല്ലാം ഇടയായി. അങ്ങനെ മാതാവും വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തിൻ്റെ പ്രദേശത്ത് കുഞ്ഞുങ്ങളവിടെ പഠിച്ചു. ഞാനും അവിടെ 12 വർഷക്കാലം അവിടെ ജോലി ചെയ്യുവാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇനി ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. ആ സമയത്തിന് എൻ്റെ സഹോദരൻ പഠനം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവർ ബോംബെയിൽ സ്ഥിരതാമസമായി. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു, എന്നെ സഹോദരി വിഷമിക്കേണ്ട, ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പഠനം കഴിഞ്ഞപ്പോൾ അവരെ 2 പേരെയും ബോംബെയിലേക്ക് കൊണ്ടുപോയി. എന്നെ ഞാനിവിടെ എറണാകുളത്തായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇനി സഹോദരി തന്നെ അവിടെ നിൽക്കേണ്ട, ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ റൂം എടുത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ നിന്ന് എന്നെ യാത്രയെല്ലാം പറഞ്ഞു. അവിടുന്ന് വണ്ടിക്കൂലിയും തന്നാണ് അവർ വിട്ടത്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ യാത്ര പറഞ്ഞു. ആ യാത്ര പറയുന്ന സമയത്ത് അധികാരി ഇങ്ങനെ എന്നോട് പറയുവാനിടയായി, നിനക്ക് അവിടെ എപ്പോൾ പറ്റിയില്ലാന്ന് തോന്നിയാലും നീ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെൻ്റെ മനസ്സിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ബോംബെയിലെ രസായനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ കമ്പനികളെല്ലാം അധികമായുള്ള ഒരു സ്ഥലമായതിനാൽ
ചെന്നതിൻ്റെ 8-ാം ദിവസം തന്നെ എന്നെ ഹോസ്പിറ്റലിലാക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ സഹോദരൻ അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് എല്ലാത്തിനും സഹോദരൻ തന്നെ വേണം, കാരണം കുഞ്ഞുങ്ങൾ വന്ന് ഹിന്ദി പഠിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളും എന്നെ സഹോദരന് വീടെടുത്തെങ്കിലും ഞങ്ങൾക്ക് മാറി താമസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൂടെ തുടരെ ഇങ്ങനെ രോഗത്താൽ ഞാൻ ബാധിതയായി. ഇവിടെ വെച്ചും എനിക്ക് എറണാകുളത്ത് വെച്ചും ആസ്മ എന്ന രോഗം എന്നെ പിടിവിട്ടു. പലപ്പോഴും ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരുന്നു. എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും എനിക്ക് മരുന്ന് വാങ്ങുവാൻ തികയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാനിങ്ങനെ മരുന്ന് കഴിച്ച് ഞാൻ മടുത്തു, എനിക്കൊരു വിടുതലുമില്ല, ഇനി എനിക്ക് ഈ മരുന്ന് കുപ്പി വെക്കുവാനുള്ള സ്ഥലമില്ല, എൻ്റെ ജനൽ നിറച്ചും മരുന്ന് കുപ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കിടക്കുക. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, മകളെ, ഞാൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിച്ചില്ല. അങ്ങനെ ആ 1 വർഷക്കാലം മരുന്ന് കഴിക്കാതെ ദൈവം എനിക്ക് പൂർണ്ണ വിടുതലാശ്വാസം ദൈവം തന്നു. അങ്ങനെ എൻ്റെ സഹോദരൻ മുഖാന്തരമാണ് ഞാനും ദൈവത്തെ അറിയുവാനിടയായത്. എൻ്റെ സഹോദരൻ ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പോയി, എന്നാൽ അവന് ജോലി കിട്ടിയില്ല. അവൻ്റെയും ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിയുവാൻ ഇടയായി. അവൻ ജോലിക്ക് വേണ്ടി അവൻ്റെ ഒരു സഹോദരനും ഒരു കൂട്ടുകാരനുമായി ചെമ്പനോട് എന്ന സ്ഥലത്ത് കടന്നു വന്നതാണ്. ആ മാതാവ് ഒരു വിധവയായ അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചിയെ സഹോദരനോട് സുവിശേഷം പറയുവാനിടയായി. അങ്ങനെ സഹോദരൻ ആരാധനയ്ക്ക് കൊണ്ടുപോവുകയും ആ അമ്മച്ചിയുടെ സ്വന്തം മോനെ പോലെ ആ സഹോദരനെ സ്നേഹിക്കുകയും കരുതുകയും ബൈബിൾ കോളേജിൽ ആ അമ്മച്ചി തന്നെ വിടുവാനിടയായി. അങ്ങനെ എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ടതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞാണ് സഹോദരൻ എന്നോട് പറയുന്നത്. അപ്പോൾ ആ മാതാവ് ഞങ്ങളെ ചേർത്ത് നിർത്തി എന്നെ, എൻ്റെ സഹോദരനെയും കുഞ്ഞുങ്ങളെയും സ്വന്തം അമ്മയെപ്പോലെ, എന്നാൽ സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ അതിലും അധികമായി ദൈവസ്നേഹത്താൽ ആ മാതാവ് ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. ആ മാതാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ആ മാതാവിനെ പോകുവാനും കാണുവാനിടയായി. അപ്പോൾ അവർക്ക് ആളെ അറിയത്തില്ല. ഞാൻ ചെന്ന് കൊച്ചമ്മയെന്ന് വിളിച്ചപ്പോൾ ശോഭനയാന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചമ്മ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ ശോഭനയോ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് ആ മാതാവ് കരയുവാനിടയായി. ദൈവസ്നേഹം ആ മാതാവിൻ്റെ ഹൃദയത്തിൽ ഞങ്ങളെയും ചേർത്ത് പിടിക്കുവാനുള്ള നല്ല മനസ്സ് ആ മാതാവിന് കൊടുത്തു. അതുപോലെ എൻ്റെ സഹോദരൻ അവധിക്ക് വരുമ്പോഴൊക്കെയും ഞങ്ങൾ ആ കൊച്ചമ്മയുടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ ഞങ്ങളെ ഇറക്കി വിട്ട സമയത്തും ഈ കാര്യം പറഞ്ഞപ്പോൾ, മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ അവളെയും കുഞ്ഞുങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 2 മാസക്കാലം ഞങ്ങൾ ആ ഭവനത്തിലായിരുന്നു. പിന്നെ എൻ്റെ സഹോദരൻ അവധി കിട്ടുമ്പോഴൊക്കെയും ആ ഭവനത്തിലാണ് വന്ന്, ഒറ്റയ്ക്കാണേലും അവനവിടെ താമസിക്കും. കൊച്ചമ്മ ബീഹാറിൽ മൂത്ത മകൻ്റെ അടുക്കലേക്ക് മാതാവ് കടന്നുപോയ സമയത്തും അങ്ങനെ പിന്നെ അവർ ബീഹാറിലൊക്കെ ആയിരുന്നു കൊണ്ട് എനിക്കും കുഞ്ഞുങ്ങൾക്കും പോകുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ച, ദൈവമേ, ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനമില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് അവധിക്ക് പോയി 10 ദിവസം നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. അങ്ങനെ എൻ്റെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ 10 ദിവസം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക്, ആ കുടുംബം ഞങ്ങൾക്ക് നല്ല അനുഗ്രഹവും ആശ്വാസമായിരുന്നു. ആ പിതാവാണെങ്കിലും മാതാവാണെങ്കിലും ഞങ്ങളോടൊരു വ്യത്യാസം അവർ കാണിച്ചിട്ടില്ല. ഇന്ന് അവരൊന്നും ഈ ഭൂമിയിലില്ല. മാതാവും പിതാവെല്ലാം ഈ ലോകം വിട്ടുപോയി. 2 മാസക്കാലം ഞാൻ ബോംബെയിലായിരുന്നു. ആ 2 മാസത്തിൽ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സഹോദരനോട് പറയുവാനിടയായി, ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, അവിടെ ഇനി എങ്ങനെയാണ് പോകുന്നത്, അവിടുന്ന് യാത്ര പറഞ്ഞ് പോകുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോൾ അവിടെ പറ്റുകയില്ലെന്ന് തോന്നിയാലും നീ ഇങ്ങോട്ട് പോരണം, ഈ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത മോനെയും കൂട്ടിക്കൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു വരുവാനിടയായി. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ ട്രെയിനിലിരുന്നു കൊണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ചു. ഈ ട്രെയിൻ ചാടി മരിക്കണോ, അല്ലെങ്കിൽ ഈ ട്രെയിൻ മറിഞ്ഞ് മരിച്ചാൽ മതിയായിരുന്നു ആദ്യം ചിന്തിച്ചു. പിന്നെ ഞാൻ തിരിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ട്രെയിനിൽ എത്രയോ ജീവിതങ്ങളുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത് ശരിയായില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ പിന്നെയും ബദലിലേക്ക് തിരിച്ചു വരാനിടയായത്. തിരിച്ചു വന്നപ്പോൾ അധികാരികൾ എന്നോട് സ്നേഹമായിരുന്നു, അവരെന്നെ ചേർത്ത് നിർത്തി. എന്നാൽ മറ്റു പലരിൽ നിന്ന് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു എന്ന്
ഇടയായി. അതെൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ഭാരമായി. അവിടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയവരാരും രണ്ടാമത് അവിടെ വന്നിട്ടുമില്ല, വീണ്ടും അവിടെ ജോലിക്ക് എടുത്തിട്ടുമില്ല. എന്നാൽ എനിക്ക് അവിടെയും 12 വർഷക്കാലം പിന്നെയും ജോലി ചെയ്യുവാനിടയായി. 2 കൊച്ചന്മാരവിടെയുണ്ട്. അവരെൻ്റെ മാതാവിനെ പോലെയായിരുന്നു. എപ്പോഴും എന്നെ പേര് പോലെ എന്നെ വിളിക്കാറില്ല, മകളെ എന്നാണ് അവരും വിളിക്കാറുള്ളത്. അവരെന്നെ ചേർത്ത് നിർത്തുകയും അവരുടെ കൂടെ അവരുടെ റൂമിലാണ് ഞാൻ താമസിച്ചത്. അവരെന്നെ വിശ്വസ്തതയെന്ന് എണ്ണി. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് പലവിധമാകുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, ഞാൻ പറയാത്തത് പറഞ്ഞെന്ന്, ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്നൊക്കെയും പറഞ്ഞ് പലപ്പോഴും എന്നെ കള്ളിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവം സകലതും അറിയുന്നു, ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അവരൊന്നും ഈ ഭൂമിയിലില്ല. ദൈവം എന്നെ സ്നേഹിച്ചത്, കരുതിയത്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് ഒക്കെയും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ല. ഇവിടെ എല്ലാം വേണം, സ്വന്തമായിട്ട് ഗ്ലാസ്സോ കപ്പോ പ്ലേറ്റ്, ഭക്ഷണം കഴിക്കാനുള്ളതെല്ലാം വേണം. ഇതെനിക്ക് ഒന്നുമില്ലാതെ ഞാനിവിടെ വന്നു. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം അവർക്കെല്ലാം ഓരോന്നേ ഉള്ളൂ. അങ്ങനെ ദൈവം ചെയ്ത ഒരത്ഭുതം ഞാൻ പറയട്ടെ. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ ആ ക്ലാസ് റൂമിലെ ജനലിൽ ഒരു കപ്പ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ആ കപ്പ് എടുത്തു. ഞാൻ ഓർത്തു, ഇത് ഇവിടെ എങ്ങനെ വന്നു, ഈ ക്ലാസ് റൂമിൽ ഈ കപ്പ് എങ്ങനെ വന്നു എന്ന് ചിന്തിച്ച് ഞാൻ പലരോടും ചോദിക്കുവാനും സ്കൂളിൻ്റെ ഓഫീസിൽ ചെന്ന് കാണിച്ച് ചോദിച്ചു, ഇത് ആരുടെയാണ്, ഇങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. എന്നാൽ ആരും ഇതുവരെയും വന്നിട്ടില്ല. ആ കപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിചാരിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി കരുതിയതാണെന്ന്. അങ്ങനെ കുളിക്കുവാനൊരു ബക്കറ്റില്ലായിരുന്നു, അതും ദൈവം എനിക്ക് തന്നു. ഞാൻ എന്ത് ചിന്തിച്ചുവോ, ഞാൻ എന്ത് ആഗ്രഹിച്ചുവോ, അതെല്ലാം ദൈവം എനിക്ക് നൽകി തന്നു. അങ്ങനെ ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരു ഭവനം വേണം. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരെയും എൻ്റെ ആങ്ങള പാസ്പോർട്ടൊക്കെ എടുത്ത് അവരെ അവിടുന്ന് ബോംബെയിൽ നിന്ന് അവർ പിന്നെ ഖത്തറിൻ്റെ പ്രദേശത്തേക്കും മൂത്ത മോൻ ദുബായിലേക്കും എല്ലാം കടന്നു പോകുവാനിടയായി. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് എൻ്റെ ബിനേഷ് നാട്ടിൽ കടന്നു വരുന്നത്. കാരണം അവന് വളരെ ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം വേണം, അമ്മയെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവരണമെന്നുള്ള എൻ്റെ ഇളയ മോൻ്റെ വളരെ ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. ഈ കുഞ്ഞ് ഈ ദേശത്ത് വന്ന് വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവം അറിയുന്നു. അതെല്ലാം കണ്ണുനീരെല്ലാം ദൈവം കണ്ട് പൈതലിനെത്രത്തോളം ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ എടപ്പള്ളിയിൽ അടുത്ത് തന്നെ ഒരു വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 6 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനും അവിടെ വീട് വെച്ച് അന്നൊക്കെ എൻ്റെ സഹോദരനുണ്ടായിരുന്നു. വീട് കാണാനും സ്ഥലം കാണാനും തറക്കല്ലിടാനും എല്ലാം എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭാവി കാണാനാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കാണാനാണ് എൻ്റെ സഹോദരൻ അധികവും ആഗ്രഹിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ സഹോദരന് രോഗത്താൽ ബാധിതനായിരുന്നു. ക്യാൻസർ എന്ന രോഗം എൻ്റെ സഹോദരനെ പിടിച്ചു. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് വിടുതൽ കൊടുത്താണ് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ബോംബെയിൽ നിന്ന് എൻ്റെ സഹോദരൻ കടന്നു വരുമായിരുന്നു. അങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ മനുഷ്യ സഹായങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ സ്ഥാപനത്തിൽ നിന്ന് പലർക്കും വീടുകളെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും, കാരണം ഞാൻ പിന്നീട് ചിന്തിച്ചു, അതൊന്നും ദൈവം അവരോട് പറഞ്ഞിട്ടില്ല എനിക്ക് തരുവാൻ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമില്ലല്ലോ. ദൈവം പറഞ്ഞ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന ആ ദൈവം എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം ഏറ്റെടുത്തു. ദൈവം വേണ്ടതെല്ലാം ആ തക്ക സമയത്ത് ദൈവം നൽകി തന്നു. അവരുടെ സ്നാനം ഒരുമിച്ച് 2 പേരുടെ സ്നാനം ഒരുമിച്ച് ബോംബെയിൽ വെച്ചായിരുന്നു. അതുപോലെ അവരുടെ വിവാഹം, അതുപോലെ ഭവനം എല്ലാം ദൈവം തക്ക സമയത്ത് നൽകി തന്ന് ഞങ്ങളെ ഇത്രത്തോളം ദൈവം മാനിച്ചു. 2007 ഞങ്ങൾക്ക് ദൈവം ഭവനം തന്നു. ആ ഭവനത്തിൻ്റെ താമസം മാർച്ച് 25-ാം തീയതിയായിരുന്നു. ആ താമസം കഴിഞ്ഞു. 2 പേരുടെ വിവാഹം ഏപ്രിൽ 2-ന് നടക്കുവാനിടയായി. ഞങ്ങളങ്ങനെ അവിടെ വന്ന് താമസം തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾക്ക് ഓരോ പ്രതികൂലങ്ങളായിരുന്നു. എന്നാൽ അവിടെ താമസിക്കുന്ന ആ ഓണറിൻ്റെ ഭവനത്തിൽ നിന്ന് അവർ ഒരു വലിയ ഫാമിലിയാണ്. അവരോരോരുത്തരും ഞങ്ങളെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ തുടങ്ങി. അവർ അനാഥരാണെന്ന് ആ ചുറ്റുപാടും എല്ലാം പറയുവാനിടയായി. അപ്പോൾ അവരെല്ലാം ഞങ്ങളെ ആ കണ്ണുകൊണ്ടാണ് കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ
ഇങ്ങനെ ഞാൻ അന്നേരം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം സകലതും അറിയുന്നു. ദൈവം നമുക്ക് നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവരെ ഞങ്ങൾക്ക് മാറ്റി തന്നു. ഞങ്ങളെ അവിടെ ദൈവം നിർത്തുവാനിടയായി. അതെല്ലാം ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ പ്രവൃത്തിയൊന്നും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് പറയുവാനിടയായി, ഇതല്ല ഭവനം, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറിച്ചു നടുമെന്ന് പറയുവാനിടയായി. ഞാനത് വിശ്വസിക്കാനോ ഏറ്റെടുക്കുവാനോ കഴിഞ്ഞില്ല. കാരണം 25 വർഷം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കിയതാണ് ഒരു ഭവനത്തിനു വേണ്ടി. ആ ദൈവം ആ ഭവനം തന്ന് അവിടെ താമസമാക്കി 1 വർഷമായപ്പോൾ പറയുകയാണ്, ഇവിടുന്ന് എന്നെ പറിച്ചു നടുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എല്ലാം നല്ലവണ്ണം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ഞങ്ങൾ ഈ അങ്കമാലി സ്ഥലം വാങ്ങിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ 3 പ്രാവശ്യം ഇവിടെ കത്തനട പ്രദേശത്ത് കൊണ്ടുവരുവാനിടയായി. ഇവിടെ വരുവാനും നിൽക്കുവാനും കുഞ്ഞുങ്ങളുടെ നന്മ കാണുവാനും അനുഭവിപ്പാനെല്ലാം സ്വർഗം ഇടയാക്കി. ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. കാരണം ഒരപ്പന് കൊടുക്കുവാൻ കഴിയുന്നതിലും അധികമായി ദൈവം അവർക്ക് കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ ദൈവം എത്ര നല്ലവനാണ്. ഇത്രത്തോളം കൊണ്ടുവരുവാൻ എനിക്ക് ഒരർഹതയും ഒരു യോഗ്യതയും പറയുവാനില്ല. ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ഓരോ നിമിഷവും ദൈവം ജയോത്സവമായി അവിടുന്ന് വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. എനിക്ക് ഒരാഗ്രഹമുള്ളൂ, ഞാൻ മരണപര്യന്തം വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനും നല്ലൊരന്ത്യം പ്രാപിപ്പാനും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ നിത്യസ്നേഹത്താൽ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തക്ക സമയത്ത് നൽകി തന്നു. ഞങ്ങളെ മരുഭൂമി യാത്രയിൽ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകിത്തന്ന് ജയത്തോടെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ ഈ സഭയിൽ കടന്നു വരുവാനിടയായി. ദൈവദാസനും കുടുംബവും അതുപോലെ സഹോദരങ്ങൾ സഹോദരിമാർ സഭയായി എന്നെ സ്നേഹിക്കുവാനും കരുതുവാനും എന്നെ 2 മാസക്കാലം ഇവിടെ നിന്നുവെങ്കിൽ അധികമായി അവരെന്നെ സ്നേഹിച്ചു കരുതി. നല്ലൊരു കൂട്ടായ്മ ദൈവം എനിക്കും തന്നു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കുവാൻ കഴിയാത്ത ഒരനുഭവമായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പനോ അമ്മയോ മറ്റാരും തന്നെയില്ല. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും കാരണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി സഭയുടെ ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും എല്ലാവരുടെയും സഭയുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സാക്ഷ്യത്തിൽ നിന്നിരുന്നുകൊള്ളുന്നു.